ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറച്ചധികം തിരക്ക് പിടിച്ചൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊന്നും ഇരുന്നിട്ടില്ല. നമുക്ക് വന്ന ഓർഡർ ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇക്കാക്ക് ലീവാണ്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കണം. അതുപോലെ പുറത്ത് പോകാനൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വന്ന് ഇന്നൊരു കെട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അഴിച്ചിട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയത്. അപ്പോൾ നമ്മൾ പോയത് മലമ്പുഴയ്ക്കായിരുന്നു. അപ്പോൾ മോൾ എപ്പോഴും പറയട്ടോ, എന്നെ യൂട്യൂബിൽ കാണിക്കണം എന്ന് പറയട്ടോ. അതുകൊണ്ടാണ് കുതിരൻ്റെ മേലെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റോപ്പിലാണ് കേട്ടോ കയറിയത്. നേരെ റോപ്പിലേക്ക് കയറി. അതുപോലെ അതിലിരുന്ന ശേഷമാണ് നമുക്ക് ഈ താഴ്വശത്തെ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇതിന് മുൻപ് ഒരു പ്രാവശ്യം റോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും നമുക്ക് യൂട്യൂബ് ചാനലില്ല. അതുപോലെ തന്നെ ഒരിക്കൽ കയറിയതാണെങ്കിലും നമുക്ക് റോപ്പിൽ കയറുമ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവില്ലേ. അപ്പോൾ കുട്ടികളെയും പിടിച്ചിട്ട് നമ്മൾ നല്ല പേടിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചധികം പേടി ഉണ്ടാവുക അല്ലേ. അപ്പോൾ പേടിച്ചിട്ട് കൈയും കാലൊക്കെ വറക്കുകയായിരുന്നു കേട്ടോ. എന്നാലും മറ്റുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ മക്കൾ ടാറ്റയൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ അവർ എൻജോയ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റോപ്പിൽ കയറിയിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബാക്കി എല്ലാവിടേക്കും കറങ്ങാൻ വേണ്ടിയിട്ട് പോയത്. നമ്മൾ ഇന്നെടുത്തത് ഒരു കെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കെട്ടെന്ന് പറയുമ്പോൾ അതിൽ 32 പീസാണ് തോന്നുന്നു കേട്ടോ. ഞാൻ ശരിക്കും അത് അഴിച്ച് നോക്കിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇറങ്ങേണ്ട തിരക്കായതുകൊണ്ട് അത് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ പോയിട്ട് വേണം കേട്ടോ അതൊക്കെ അഴിച്ച് എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കാൻ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മലമ്പുഴയിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം ടൈമിലാണ്, വെയിലേറിയ ശേഷമാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് റോപ്പിലൊക്കെ ഇരുന്ന് ഒന്ന് കറങ്ങി വരുമ്പോഴത്തേന് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി ആ സമയം ആയിട്ടാണ്. അപ്പോൾ നമ്മളിതാ തൂക്കുപാലത്തിൽ കൂടെ കയറുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ കൂടെ ഒന്ന് കയറി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് റിട്ടേൺ തിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ബാധ്യതകളും ഒക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മുടെ സന്തോഷവും നമ്മുടെ വിലപ്പെട്ട സമയവും അതുപോലെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യേണ്ട സമയമൊന്നും ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയിട്ട് നിങ്ങൾക്ക് ബോറടിക്കരുതെന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വേഗം എല്ലാം ഒന്ന് ഓട്ടിച്ച് പോകുന്നത്. അപ്പോൾ ഇതാ റൗണ്ട് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ എത്തി ഫ്രഷ് ആയ ശേഷം നമുക്ക് വന്ന ഈ കെട്ട് നമ്മൾ അഴിച്ച് നോക്കുകയാണ്. എല്ലായ്പ്പോഴും നമ്മൾ എടുക്കുന്ന കെട്ടിൽ നിന്ന് നമ്മൾ കുറച്ച്, അതായത് ഈ പറഞ്ഞ പോലെ 10-20 എണ്ണമാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഒരു കെട്ട് മൊത്തത്തിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അടിച്ചു കൊടുക്കാനും നമുക്കൊരു 3 ദിവസം സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ വന്നിരിക്കുന്നത് 32 പീസാണ്. അപ്പോൾ 32ഉം നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന, ഇപ്പോൾ കിട്ടിയതിലും അധികവും നമുക്ക് ഓപ്പൺ ടോപ്പ് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് സ്ലിറ്റ്ലെസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിലിപ്പോൾ ടോട്ടൽ 4 നൂലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരേ കളറിലുള്ള മെറൂൺ കളറിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ കളറിൽ 4 നൂല് തന്നിട്ടുണ്ട്. അതുപോലെ XXL സൈസിൽ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ XXL സൈസിൻ്റെ ലേബൽ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നൂല് തന്നെ വേണം കേട്ടോ നമുക്ക് ബോബിൻ കേസിലും ചുറ്റി കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇത് കഴിയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഇതിൽ ക്രോസ് പീസ് വന്നിട്ടുണ്ട്. നമുക്ക് ക്രോസ് പീസ് ഇങ്ങനെ ഒരു വലിയ പീസായിട്ടായിരിക്കും കിട്ടുക. അതിൽ നമുക്ക് ആവശ്യമുള്ളത് 1 ഇഞ്ചിലോ 1.5 ഇഞ്ചിലോ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ബാക്ക് നെക്കിൽ വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ ഇതാ സ്ലീവ്സാണ് കേട്ടോ അത്. അപ്പോൾ സ്ലീവ്സിൻ്റെ താഴ്വശമൊന്നും ചിലപ്പോൾ കട്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ ചിലപ്പോൾ 2 പീസായിട്ടായിരിക്കും സ്ലീവ്സ് കിട്ടുക. അതിൻ്റെ സെൻറ്ററൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ചിലത് ഒറ്റ പീസായിട്ടുണ്ട്, അതുപോലെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 പീസായിട്ടുള്ള സ്ലീവ്സും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായി വെച്ചിട്ടൊക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ സ്ലീവ്സും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതും ക്രോസ് പീസ് തന്നെയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത്ര ക്രോസ് പീസ് ഈ മെറ്റീരിയൽ തന്നെ കട്ട് ചെയ്തത് അവർ മുഴുവനായിട്ട് ഇതിൽ തന്നെ വെച്ചിട്ടായിരിക്കും കേട്ടോ തരിക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലേബലും നൂലും അതുപോലെ സ്ലീവ്സൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റി വയ്ക്കുന്നുണ്ട്.
ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി നോക്കാം. അപ്പോൾ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഇതുപോലെ തന്നെ ഷോൾഡറുകളും കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇത് വേറൊരു മോഡലിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത ടൈപ്പിലല്ല. അപ്പോൾ ഇതിൽ കുറച്ച് വർക്ക്, അതായത് പണിയും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് തന്നത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് മൊത്തത്തിലൊരു വേറൊരു മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിൻ്റെ ഷോൾഡറും കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതാ അതുപോലെ ഇതിൻ്റെ ഓപ്പണിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഒരു സൈഡ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്പണിൻ്റെ ഒരു സൈഡ് വന്നിട്ട് പകുതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് ഒന്ന് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ താഴ്വശത്ത് നിന്ന് മുകളിലേക്ക്, അതായത് ഓപ്പണിൻ്റെ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എങ്കിലാണ് അത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇതങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാം കേട്ടോ. ബാക്ക് പീസ് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറും കൂടി നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്താലാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിൽ കുറച്ച് പണി കൂടിയ വർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് വന്നിരിക്കുന്ന ഒരു എക്സ്ട്രാ പീസ് ഉണ്ട് കേട്ടോ. പീസ് പറഞ്ഞാൽ നമ്മൾ സ്ലീവ്സിൽ വെക്കാൻ, അതുപോലെ ടോപ്പിൻ്റെ താഴ്വശത്ത് വെക്കാൻ, അതുപോലെ യോക്കിൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ 3 ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടുമാണ് നമുക്ക് ഇതുപോലൊരു മെറ്റീരിയൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞാൽ പട്ടയില്ലേ, അപ്പോൾ കൈൻ്റെ ഭാഗത്ത് നമുക്ക് പട്ട വെച്ച് കൊടുക്കണം. അതുപോലെ ബോട്ടത്തിൻ്റെ താഴ്വശത്ത് നമുക്ക് വെച്ച് കൊടുക്കണം. പിന്നെ യോക്കിൻ്റെ ഭാഗത്ത് വേറൊരു ടൈപ്പിലാണ്, നമ്മൾ ഇതുവരെ ചെയ്ത പോലെയല്ല, വേറൊരു ടൈപ്പിൽ വേണം നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അതുപോലെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയ്ക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.